നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും മലയാളികൾക്ക് ഏറ്റവും സുപരിചിതയുമായ ഹനാനാണ്. ഹനാൻ, നമസ്കാരം. എന്തുകൊണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഹനാൻ എന്ന് നമുക്ക് പറയുമ്പോൾ അതിൽ പൂർണ്ണതയില്ല. ഹൈ ഹനാൻ, അതായിരിക്കും കുറച്ചുകൂടി കംപ്ലീറ്റ് ആയിട്ടുള്ള വേർഷൻ അല്ലേ? ഇൻസ്റ്റൈഡും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. നിക് നെയിം ആഡ് ചെയ്തതാണ് ഒരു പോസിറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട്. എല്ലാവരും വന്നിട്ട് ഇതേപോലെ ചോദിക്കാറുണ്ട് എന്താണ് ഹൈ ആഡ് ചെയ്യുന്നുള്ളത്. അപ്പൊ നമ്മളെപ്പോഴും എന്താ പറയാ, പോസിറ്റീവ് ആണ്, ഉയരങ്ങളിലാണ്, നമ്മൾ ഉയർന്ന ചിന്താഗതിയിൽ ഉള്ള ഒരു കൺസെപ്റ്റ് ആണ് ചിന്തിക്കുന്നതെന്ന് ഓർത്തിട്ടാണ്. അതിനുവേണ്ടി തന്നെയാണോ ബ്രാൻഡിങ്ങിലും ഇതേ പേര് തന്നെ? ബ്രാൻഡിങ്ങിലും ഞാൻ അങ്ങനെ ഒരു നെയിം തന്നെ കൊടുത്തത് അതുകൊണ്ടാണ്, ഒരു പോസിറ്റിവിറ്റിക്ക് വേണ്ടി. നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ കുറച്ച് പോസിറ്റീവായിട്ട് ചിന്തിച്ചാലാണ് നാളെ മറ്റുള്ളവർക്കും ആ ഒരു രീതിയിൽ ചിന്തിക്കാനായിട്ട് കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ വളരെ ലോ എനർജിയിൽ നിന്നും ഹൈ എനർജിയിലേക്ക് വന്ന ഒരാളാണ് ഹനാൻ. ഒരുപാട് പേർക്ക് ഇൻഫ്ലുവൻസസ് ആയിട്ടുണ്ട്. സോ ഇപ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? മീൻസ് ഹനാൻ ഇപ്പോൾ ലോ എനർജിയിൽ നിന്നപ്പോൾ കൂടെ കൈ പിടിക്കാൻ അല്ലെങ്കിൽ കൈ പിടിച്ചു ഉയർത്താൻ ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഹനാൻ ആർക്കെങ്കിലും ഒരു കൈത്താങ്ങാകുന്നുണ്ടോ? ലോ എനർജിയിൽ നിന്നപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആളുകൾ ഉണ്ടായിരുന്നു. അവര് ഉണ്ടായിരുന്നോണ്ടാണ് എനിക്കിപ്പോ ഇന്ന് ഇവിടെ ഇരുന്നിട്ട് സംസാരിക്കാനായിട്ട് കഴിയുന്നത്. എന്റെ ഒരു എനർജി റേഞ്ച് അല്ലെങ്കിൽ കുറച്ചുകൂടെ പോസിറ്റീവായിട്ട് ചിന്തിക്കാനും എന്റെ ലൈഫിനെ കുറച്ച് സന്തോഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ഒരു അവസരം തന്നത് എന്നെ സപ്പോർട്ട് ചെയ്ത പ്രേക്ഷകർ തന്നെയാണ്. അപ്പൊ അവരോട് തന്നെ എനിക്ക് അവസരത്തിൽ നല്ല രീതിയിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. ഇപ്പോ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്റെ ചാനൽ വഴി ജിമ്മിന്റെ ലൈഫ് സ്റ്റൈൽ കണ്ടന്റുകൾ, ട്രാവൽ ചെയ്യുന്നതൊക്കെ ആയിട്ട് കുറെ പോസിറ്റീവ് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഒരു പോസിറ്റീവ് എനർജി തരുന്ന ഹനാനെ ഞങ്ങൾ ഇവിടെ ഇരുത്തിയിരിക്കുന്ന ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ നെഗറ്റീവ് കണ്ടന്റിനെ കുറിച്ചാണ്. ഇപ്പോ ബിഗ് ബോസിലെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന കേട്ടിരുന്നില്ലേ? അപ്പോ ഒരു ടൈറ്റിൽ വിന്നറായ അഖിൽമാരാണ് ബിഗ് ബോസിനെതിരെ അല്ലെങ്കിൽ അതോറിറ്റിക്കെതിരെ ഇപ്പൊ പരസ്യമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു പക്ഷത്തിൽ നോക്കുവാണെങ്കിൽ നമുക്ക് സിബിന്റെ കാര്യം ആരാ നോക്കണോ വേണ്ടിയോ എന്ന് ചിന്തിക്കാം. പക്ഷെ എന്നിരുന്നാലും ബിഗ് ബോസിന്റെ തന്നെ വിജയിയാണ് അഖിൽമാരാർ. അഖിൽമാരാർ ഇങ്ങനെ ബിഗ് ബോസിനെതിരെ പറയുന്നത് ശരിയാണോ? ആദ്യത്തെ ചോദ്യം അതാണ്, ശരിയാണോ? അഖിൽമാരാർ ഇങ്ങനെ ബിഗ് ബോസിനെതിരെ പറയാന്ന് പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ല. അയാൾക്ക് അയാളുടെ നിലപാടുകൾ പറയാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ആ ഒരു നിലപാടുകൾ പറയുമ്പോൾ അതിന് വ്യക്തതയും ക്ലാരിറ്റിയും വരണം എന്നുള്ളതാണ്. അയാൾക്ക് കപ്പ് കിട്ടിയ സമയത്ത് ആ ഷോയ്ക്ക് അനുകൂലമായിട്ട് സംസാരിക്കുമ്പോൾ അതായിരുന്നു റീച്ച്. ഇപ്പൊ സീസൺ 6 അത്യാവശ്യം വൈറലായിട്ട് പോകുമ്പോൾ അഖിൽ മാരാർ എന്ന് പറഞ്ഞ വ്യക്തി സീസൺ 5 ഉള്ള മാരാറിനെ മറന്നു പോകും. അയാളുടെ മിക്ക കണ്ടന്റുകളും കുറച്ച് വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് റീച്ച് ഉണ്ടാക്കി ആളുകളുടെ ഇടയിൽ സംസാരിച്ച് പിടിച്ചു നിൽക്കാന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അപ്പൊ ഇപ്പൊ നോക്കിയപ്പോ എന്താ, ആദ്യം നല്ല രീതിയിൽ പാല് കൊടുത്ത കഴിക്കാൻ കുത്താന്ന് പറഞ്ഞ പോലെ ആദ്യം ചാനലിന്റെ കൂടെ ഫേവർ ചെയ്ത് നിന്ന് റീച്ച് ഉണ്ടാക്കി വിന്നറായി. ഇപ്പൊ ചാനലിന്റെ തന്തയ്ക്ക് വിളിച്ച് റീച്ച് ഉണ്ടാക്കുന്നു. ആ ഒരു വ്യത്യാസമാണ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, അതില്ലാത്തതിന്റെ ഒരു പ്രശ്നമാണ്.